അപ്പോൾ ഇതേ കേസ് രണ്ടുപേര് സമ്മാനം പൊട്ടിച്ച് നോക്കുകയാണ്. ഈ ഒളിച്ച് വെച്ച് പൊട്ടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാനൊരു സംഭവം ഇട്ടിട്ടുണ്ട്. അത് നിലത്തൊക്കെ ചാടി ആകെ അലമ്പാവുമല്ലോ. ഞാൻ ഇവർ വീട്ടിൽ നിന്ന് പൊട്ടിക്കുവാണെങ്കിൽ വീട്ടിൽ കുറച്ച് അലമ്പായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇട്ടത്. പിന്നെ അടിച്ച് വരേണ്ടിയൊക്കെ വരും. സോ ഇപ്പം മാളിൽ നിന്നായതുകൊണ്ട് ഞാൻ പിന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ അവരത് താഴെ ചാടാതിരിക്കാനായിട്ട് താഴെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് പൊട്ടിക്കുന്നതാണ്. അതൊന്നും വലിയ കാര്യമില്ല. സോ ഐറിസ് ഏകദേശം പൊട്ടിച്ച് തീരാറായി. സിത്താര ഇപ്പോഴും ഓപ്പണിങ്ങിലാണ്, ഇതുവരെ തീർന്നില്ല. 2-3 പേപ്പറിലൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ്. ഇനി നമുക്ക് അവരുടെ റിയാക്ഷനിലേക്ക് നേരിട്ട് പോകാം. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാവും. സോറി ടു ഗൈസ്. അതൊന്നും ഞാൻ പറയില്ല. ഞാൻ ഇതിനു മുമ്പ് വരുന്നതിന് മുന്നേ ഞാൻ സിത്താരയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഐറിസിൻ്റെ ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ സിത്താരയുടെ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അവളിപ്പോൾ പറയുന്നുള്ള രീതിയില്ല. ഭാഗ്യത്തിന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് അവളെ ഓടിച്ചേരെ. അതെ, പാത്രം എനിക്ക് ചോറുണ്ടാ പാത്രം. ഞാനിത് അവക്ക് വേണ്ടി മാത്രം മേടിച്ചു. അതിൻ്റെ അകത്ത് എക്സ്ട്രാ വന്നുകൊണ്ട് നിനക്ക് തന്നേ ഉള്ളൂ. അതില്ല, നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സർപ്രൈസ് ആയിട്ട് ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ഇവർക്ക് സ്പെഷ്യൽ. ഇതേ സാധനം എൻ്റെ കയ്യിലുണ്ട്. നീ ഇത് എടുത്തായിരുന്നു. എൻ്റെ എൻ്റെ അടുത്ത് കാണത്തില്ലേ ഫോട്ടോ? ഐറിസിന് ഒരു ഫോട്ടോ മാത്രം കൊടുത്തതിൻ്റെ പരിഭവത്തിലാണ് ഗൈസ് ഐറിസ്. സോ ബാക്കി എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിനറിയാൻ പാർട്ട് 5 വെയിറ്റ് ചെയ്യുക ഗൈസ്.